أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد صرفناه بينهم ليذكروا فأبى أكثر الناس إلا كفورا ولو شئنا لبعثنا في كل قرية نذيرا. الله العظيم. സൂറത്തുൽ ഫുർഖാൻ 51-2. വലഖദ് സറഫ്നാഹു, നാം അതിനെ വിശദീകരിച്ചു അല്ലെങ്കിൽ മാറി മാറി അവതരിപ്പിച്ചു. ബൈനഹും, അവർക്കിടയിൽ, ലിയദ്ദക്കറൂ, അവർ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി. ഫഅബാ, അപ്പോൾ വിസമ്മതിച്ചു, അക്സറുന്നാസി, ജനങ്ങളിൽ അധിക പേരും, ഇല്ലാ കുഫൂറ, നന്ദികേടിനല്ലാതെ, അഥവാ നന്ദികേടിന് മാത്രമേ സമ്മതിച്ചുള്ളൂ എന്നർത്ഥം. വലൗഷിന, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലബഅസ്ന, നാം നിയോഗിച്ചേനെ, ഫീ കുല്ലി ഖറിയത്തിൻ, എല്ലാ നാട്ടിലും, നദീറ, ഒരു മുന്നറിയിപ്പുകാരൻ. അള്ളാഹു കിതാബ് ഇറക്കുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് മഴ വർഷിപ്പിക്കുന്നത്, അതിൻ്റെ മുന്നോടിയായി കാറ്റിനെ സന്തോഷവാർത്തയായി അറിയിക്കുന്നതും എല്ലാം അള്ളാഹുവാണ് എന്ന് ആണല്ലോ മുകളിൽ പറഞ്ഞത്. അത് ചത്ത ഭൂമിയെ ജീവിപ്പിക്കുവാനും ധാരാളം മനുഷ്യരെയും മൃഗങ്ങളെയും കുടിപ്പിക്കുവാനുമാണ് എന്ന് പറഞ്ഞു. ഇനി അതിനോ തന്നെ ചേരുന്ന വിധം, രണ്ടും ഉദ്ദേശിക്കാവുന്ന വിധം പറയുകയാണ്. വലഖദ് സറഫ്നാഹു ബൈനഹും, നാം അതിനെ അവർക്കിടയിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആനിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം. ചില പണ്ഡിതന്മാർ അത് ഖുർആനിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഗ്രാമർ അനുസരിച്ച് സറഫ്നാഹു എന്ന് പറഞ്ഞാൽ അത് മടക്കേണ്ടത് മുമ്പ് വന്ന മാഉൻ തഹൂർ അല്ലെങ്കിൽ മഴ, അൻസൽനാ മിനസ്സമായി മാഅൻ തഹൂറ എന്ന് പറഞ്ഞതിലേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലരത് മഴയെക്കുറിച്ചാണ്, അപ്പോൾ മഴയെ എന്താക്കുന്നു, പലയിടത്തായി പെയ്യിപ്പിക്കുന്നു എന്നാണ് അർത്ഥം വരിക. അല്ല, ഖുർആനിനെ കുറിച്ചാണല്ലോ അതിൻ്റെ മുമ്പ് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. ഖുർആനിനെ കുറിച്ച് ചോദ്യങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട് മുകളിൽ പറഞ്ഞത്. എന്തുകൊണ്ട് ഇത് ഒറ്റയടിക്കങ്ങ് ഇറങ്ങിയില്ല? അതുപോലെ ഞങ്ങളോടൊന്നും എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ലൗല ഉൻസില അലൈനൽ മലായിക്കത്തു ഔ നറാ റബ്ബന, ഞങ്ങൾക്കെന്താണ് മലക്കുകൾ ഇറങ്ങാത്തത്, ഞങ്ങൾ എന്താണ് റബ്ബിനെ കാണാത്തത്? അതുപോലെ ലൗല നുസില അലൈഹിൽ ഖുർആനു ജുംലത്തൻ വാഹിദ, ഒറ്റയടിക്ക് എന്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല? ഇങ്ങനെയൊക്കെ ഖുർആനെ കുറിച്ച് നേരത്തെ അവർ ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് പറയുകയാണ്, അതിനെ നാം അവർക്കിടയിൽ വിശദീകരിച്ച് അല്ലെങ്കിൽ മാറ്റി മാറ്റി അല്പം പറഞ്ഞു പിന്നെയും പറഞ്ഞു, ഇങ്ങനെയൊക്കെ തന്നിരിക്കുന്നു. എന്തിന്? ലിയദ്ദക്കറു, അവർ ഉത്ബുദ്ധരാകാൻ, അഥവാ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഉദാഹരണങ്ങളും. വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസലിൻ, എല്ലാ ഉദാഹരണങ്ങളും നാം ഇതിൽ വിവരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓരോ സന്ദർഭങ്ങളിലേക്കും വേണ്ടതൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ലിയദ്ദക്കറു, അവർ ഉത്ബുദ്ധരാകാൻ. ഫഅബാ അക്സറുന്നാസി ഇല്ലാ കുഫൂറ, പക്ഷേ ജനങ്ങളിൽ അധിക പേരും നിഷേധത്തിന് മാത്രമാണ് തയ്യാറായത്, അല്ലെങ്കിൽ നിഷേധമല്ലാത്തതിനൊക്കെ അവർ വിസമ്മതിച്ചു, അഥവാ അംഗീകരിക്കാൻ വിസമ്മതിച്ചു എന്നർത്ഥം. എന്നിട്ട് പറയാണ്, വലൗ ശീന ലബഅസ്നാ ഫീ കുല്ലി ഖറിയത്തിൻ നദീറ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ ചോദിച്ചതുപോലെ എല്ലാ നാട്ടിലും ഓരോ മുന്നറിയിപ്പുകാരനെ അയക്കുമായിരുന്നു. അതാണല്ലോ ചോദ്യം. ലൗല ഉൻസില അലൈനൽ മലായിക്ക എന്നാണല്ലോ ചോദ്യം. എന്താണ് ഞങ്ങൾക്കാർക്കും ഒരു മലക്ക് വന്നൊന്നും പറഞ്ഞു തരാത്തത്? മക്കാ മുശ്രിക്കോടെ അവകാശവാദം, അല്ലെങ്കിൽ അവരുടെ വാദം, ഒന്നുകിൽ ഞങ്ങളോടെല്ലാവരോടും വന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു തആല ഒരു കത്ത് ഇങ്ങോട്ട് അയക്കണം
എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ട് തരത്തിലും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. കാരണം അപ്പോഴാണ് അതിൻ്റെ ഒരു മനോഹാരിത. മഴയെക്കുറിച്ച് അത് ഫിറ്റാവും. മഴ ഇങ്ങനെ എപ്പോഴോ ഒരിക്കൽ ഒന്നാകെ ഇങ്ങ് പെയ്ത് ഭൂമിയിലേക്ക് ആവശ്യമുള്ള വെള്ളം ഇങ്ങ് നിറച്ച് കളയാണോ? അല്ല. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥകളിൽ ഒക്കെ പെയ്യുക. അങ്ങനെ കാട്ടിൽ പെയ്ത് ഊർന്നിറങ്ങി എന്നിട്ട് അരുവിയും പുഴയുമായി ഒഴുകി, ഇതാണല്ലോ നമ്മൾ കാണുന്നത്. അങ്ങനെ വേണ്ടയിടത്തൊക്കെ എത്തുക. അങ്ങനെയാണ് മഴ. അല്ലാതെ എല്ലായിടത്തും എപ്പോഴും മഴ പെയ്യുകയല്ല. പകരം മഴ പെയ്തിട്ട് വെള്ളം ഒഴുകി, നൈൽ നദിയുടെ ഒക്കെ അതുപോലെ അറേബ്യയിലെ നദികളുടെയൊക്കെ സ്ഥിതി അതാണ്. മഴ പെയ്തിട്ട് പിന്നെ വെള്ളം അങ്ങനെ ഒഴുകി വേണ്ടയിടത്തൊക്കെ എത്തും. അങ്ങനെയാണ് ചെയ്യുക. അല്ലാതെ എല്ലായിടത്തും ഒരുപോലെ എപ്പോഴും മഴ പെയ്യുക, എല്ലായിടത്തും പുഴയാകുകയല്ല ചെയ്യുന്നത്. ഇത് മഴയുടെയും വെള്ളത്തിൻ്റെയും ശുദ്ധജലത്തിൻ്റെയും ഒക്കെ അവസ്ഥയാണ്. ഇതേ അവസ്ഥയിലൂടെ സൂചിപ്പിക്കുകയാണ് ഖുർആനിൻ്റെ അവസ്ഥ. അതെന്താ? ഖുർആന് എല്ലാ സന്ദർഭങ്ങളിലും മാറി മാറി അവസരത്തിനൊത്ത് വിശദമായി വിസ്തരിച്ച് ഒക്കെയാണ് സറഫ്നാഹു എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാഹു തആല അവതരിപ്പിച്ചു കൊണ്ടിരുന്നു. എന്തിന്? ലിയദ്ദക്കറു, അവർ ഉത്ബുദ്ധരാകാൻ. മറ്റത് മഴ അല്പാൽപമായി പെയ്യുന്നത് ഇതിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ അടുത്താണ് എന്നും പിന്നെ അങ്ങനെ എല്ലാവർക്കും കിട്ടാനും വേണ്ടിയിട്ടാണ്, അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ മഴ പെയ്യല്ല. എന്നാൽ ഖുർആൻ അല്പാൽപമായിട്ട് ഇറങ്ങിയത് അവർ ഉത്ബുദ്ധരാകാനാണ്. അഥവാ ഓരോ സന്ദർഭത്തിൽ അവരോട് ഓരോന്ന് വേണ്ടത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മഴ ഒറ്റയടിക്ക് പെയ്യുകയില്ല എന്നതുപോലെ ഖുർആൻ ഒറ്റയടിക്ക് ഇറങ്ങുകയുമായിരുന്നില്ല. പക്ഷേ മഴയോട് നന്ദി കാണിക്കുന്നത് പോലെ തന്നെയാണ് അല്ലാഹു തആല എൻ്റെ കിതാബിനോടും അവർ നന്ദികേട് കാണിച്ചത്. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ നാട്ടിലും ഓരോ നബിമാരെ നിയോഗിക്കുമായിരുന്നു, എല്ലാ നാട്ടിലും ഒപ്പം ഒരുപോലെ മഴ പെയ്യിപ്പിക്കുമായിരുന്നു എന്ന് പറയുന്നത് എന്നതുപോലൊരു വർത്തമാനമാണ്. അങ്ങനെ അതുമാണ് മഴയെ മാത്രമല്ല മുകളിലത്തത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ്. വലൗ ശീന ലബഅസ്നാ ഫീ കുല്ലി ഖറിയത്തിൻ നദീറ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ നാട്ടിലും നദീറിനെ നിയമിക്കുമായിരുന്നു, നിയോഗിക്കുമായിരുന്നു എന്ന് പറയണത് എല്ലാ നാട്ടിലും എപ്പോഴും മഴ പെയ്യിപ്പിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പെയ്താൽ ബുദ്ധിമുട്ടും എന്നതുപോലെ എല്ലായിടത്തും നബിമാരെ അയച്ചാൽ അത് മനുഷ്യർക്ക് തന്നെ പ്രയാസമായി തീരുകയാണ് ചെയ്യുക. പകരം ഉന്നതനായ ഒരുത്തനെ അവതരിപ്പിച്ച് ആ സത്യത്തിൻ്റെ സന്ദേശം വെള്ളം കിണറിലും കുളത്തിലും കുണ്ടിലും എല്ലായിടത്തും ഒഴുകി എത്തുന്നത് പോലെ, ഊർന്നിറങ്ങുന്നത് പോലെ സത്യത്തിൻ്റെ സന്ദേശം എല്ലാ മനുഷ്യഹൃദയങ്ങളിലേക്കും എല്ലാ നാടുകളിലേക്കും ഊർന്നിറങ്ങി അതിൻ്റെ ഫലങ്ങൾ അതിൽ പ്രകടമാക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയൊരു പ്ലാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിൻ്റെ സന്ദേശം ആളുകൾക്ക് എത്തിക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്നത് എന്നർത്ഥം. എങ്ങനെയാണ് ഈ അർത്ഥധ്വനി കിട്ടുന്നത്? മഴയെക്കുറിച്ച് മാത്രമല്ല ഇത് പറഞ്ഞത് എന്ന് വരുന്നത് എങ്ങനെയാണ്? അത് പിന്നെ പറയുന്നത് വലൗ ശീന എന്നാണ്. ഇനി പറയാൻ പോകുന്നതും ഖുർആനിനെ കുറിച്ചാണ്, മുമ്പ് പറഞ്ഞതും ഖുർആനിനെ കുറിച്ചാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ഇതൊരു ആലങ്കാരികമായ ശൈലിയിൽ ഖുർആനിനെ കൂടി സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതാണെന്ന്. മഴ വിവിധ സ്ഥലങ്ങളിൽ ആവശ്യാനുസരണം വെള്ളം എത്തിക്കാൻ പറ്റുന്ന വിധം ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് വേണമെങ്കിൽ അതുപോലെ തന്നെ ഒരു റസൂലിനെ നിയോഗിച്ചിട്ട് സത്യത്തിൻ്റെ സന്ദേശം എല്ലായിടത്തും എത്തുന്നുണ്ട്. അത് റസൂല് മാത്രമല്ല, ലോകത്തിന് എല്ലായിടത്തും കൂടി വെളിച്ചം നൽകാൻ ഒരു സൂര്യനെയാണ് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാതെ എല്ലാ ഗ്രാമത്തിലേക്കും എല്ലാ നാട്ടിലേക്കും ഓരോ സൂര്യനെ ഏർപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെയാണ് റസൂലുമാരെയും. ഇങ്ങനെ ലോകത്തിന് മൊത്തം വേണ്ടത് ഒരിടത്ത്. തീരെ മഴ പെയ്യാത്ത നാടുകളിൽ പോലും വെള്ളം കിട്ടുന്നുണ്ട്. ഈ നൈൽ നദിയുടെ അതുപോലുള്ള പല നദികളുടെയും ആവശ്യം തന്നെ മഴ പെയ്ത് വെള്ളം ശേഖരിച്ചെടുത്തുനിന്ന് വെള്ളം ഒഴുകി മഴയില്ലാത്ത രാജ്യങ്ങളിൽ, മഴയില്ലാത്ത പ്രദേശങ്ങളിൽ വരെ എത്തുകയാണ്. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
സന്ദേശത്തിൻ്റെ സ്വഭാവവും അതിപ്പോഴും ഒഴുകിപ്പരന്ന് നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയും ദാഹാർത്തരായ ആളുകളെ, സത്യത്തിന് ദാഹിച്ച ആളുകളെ, ധാരാളം മനുഷ്യരെ മുകളിലെ ആയത്തിൽ പറഞ്ഞതുപോലെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതാണ് രണ്ടിൻ്റെയും ആലങ്കാരികമായ സമീകരണം എന്ന് പറയുന്നത്. അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.